കുറിച്ച് വയ്ക്കുക. സ്വാതന്ത്ര്യത്തോടെ ഒരു സുഹൃത്തിനോട് അല്ലെങ്കിൽ ഒരു സഹോദരനോട് ചോദിക്കുന്ന പോലെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. എൻ്റെ അച്ഛനിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം രാഷ്ട്രീയത്തിൽ, ഗതാഗത രംഗത്തല്ല, രാഷ്ട്രീയത്തിൽ പഠിച്ചത് അച്ഛൻ വകുപ്പിനെ പറ്റിയോ ഭരണത്തെ കുറിച്ചോ ഒന്നും പറഞ്ഞിരുന്നില്ല. രാഷ്ട്രീയത്തിൽ ഞാൻ കുട്ടിക്കാലം മുതൽ കണ്ടുപഠിച്ചത് എൻ്റെ അച്ഛന് തൊഴിലാളികളോടുണ്ടായിരുന്ന സ്നേഹം. അത് ഞാൻ പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന കശുവണ്ടി തൊഴിലാളികളാണ്. അവരുടെ മനസ്സിൽ എൻ്റെ അച്ഛനോട് വലിയ സ്ഥാനമുണ്ടായിരുന്നു. അപ്പൊ അവരെ എൻ്റെ വീട്ടിൽ സ്വന്തം സഹോദരിമാരെ പോലെ, അമ്മമാരെ പോലെ എന്നെ കുഞ്ഞായിരിക്കും മുതലേ അവര് എൻ്റെ വീട്ടിൽ എപ്പോഴും വരും പോവുകയും ചെയ്യും. അപ്പൊ അവരോടുണ്ടായിരുന്ന ഒരു സ്നേഹം, ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഒരു ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധമാണ് അതൊരു വലിയ കുടുംബമായിരുന്നു. അവരെല്ലാം വളരെ സ്വാതന്ത്ര്യത്തോടെ എടാ മോനെ എന്നൊക്കെ പറഞ്ഞ് എന്നെ വലിച്ചെടുക്കുകയും വഴക്കുപോലെയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഈ തൊഴിലാളി സ്ത്രീകൾ. അപ്പൊ അങ്ങനെ അവരുമായി ബന്ധപ്പെട്ട് ഒരുപാട് അമ്മമാർ നമ്മളെ ചുറ്റും ഉണ്ടായിരുന്നു. അവരെ കൂട്ടത്തിൽ വളർന്നത് കൊണ്ട് ഈ തൊഴിലാളികളോട് രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് സാധാരണക്കാരുടെ ഇടപെടുന്ന എങ്ങനെയാണെന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരുമായി അടുത്തിടപെടാൻ, അവരുമായി നല്ല സൗഹൃദം വെച്ച് പുലർത്താൻ, അവരുടെ വിഷമങ്ങൾ കൂടെ ചേരാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ അച്ഛനാണ്. എൻ്റെ അമ്മയും അതുപോലെ തന്നെയായിരുന്നു. അവരുടെ എൻ്റെ വീട്ടിലെ കഥ കിടക്കില്ലായിരുന്നു. ഫ്രണ്ടിലത്തെ ഡോറ് ഒരിക്കലും രാവിലെ തുറന്നാൽ രാത്രി വരെയും അടയ്ക്കാറുണ്ടായിരുന്നു. ആർക്കുണ്ടെങ്കിൽ എപ്പോഴും കയറി വരായിരുന്നു. ഞാൻ ഇപ്പോഴും എൻ്റെ വീടിന്റെ ഫ്രണ്ടിലത്തെ കഥ പത്തനാപുരത്തെ വീടിന്റെ അടയ്ക്കാറ്. ആകെ KSRTC ഒക്കെ തകർന്നത് കൊണ്ട് ഇത് നന്നാവുമെന്ന പ്രതീക്ഷ ആർക്കും ഇല്ല. അതില്ലാത്തത് കൊണ്ട് ആരും എന്നെ ശല്യം ചെയ്യാറില്ല. ഞാൻ എൻ്റെ ശൈലിയിൽ തൊഴിലാളികളുമായി ഒരു നല്ല ബന്ധം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി തൊഴിലാളികളെ സംബന്ധിച്ച് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇയാൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരും, ഇയാളെ കൂടി ഇതിനൊരു പുരോഗതി ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷ അവരുടെ ഉള്ളിലുള്ളത് വലിയ അത്ഭുതമാണ്. കാരണം ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല എന്നെ കാണുന്നത്, ഒരു ചീഫ് എക്സിക്യൂട്ടീവായി ഞാൻ ഇതിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ്. കാരണം എനിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ജീവനക്കാർക്ക് കിട്ടാതിരുന്ന ശമ്പളം ഒരുമിച്ച് കൊടുക്കാൻ കഴിയും. ഇതൊക്കെ അവരുടെ വിശ്വാസം ആർജിക്കാൻ കഴിയും. ഇനി അത് 1-ാം തീയതി കൊടുക്കും. കാരണം 2-3 മാസത്തെ ശമ്പളം ഇങ്ങനെ താളം തെറ്റി പകുതി കാൽഭാഗം ഇങ്ങനെ കിട്ടി പോയിരുന്ന ഒരു കുടുംബം. ഞാൻ മന്ത്രിയാകുന്നതിന് മുമ്പ് ഞാൻ അതിനെ എതിർത്തയാളാണ്. കാരണം ഒരാൾക്ക് 15-ാം തീയതി ശമ്പളത്തിന്റെ പകുതി കിട്ടിയാൽ അവരുടെ ബാങ്ക് അവരുടെ ലോൺ ആദ്യം പിടിച്ചെടുക്കുന്നതിന് കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാനും അവരുടെ മറ്റ് ദൈനംദിന കാര്യങ്ങൾക്കോ വീട്ടിലെ ആവശ്യങ്ങൾക്കോ വാടക കൊടുക്കാനൊന്നും പൈസ ഇല്ലാതെ പോകും ബാങ്ക് അക്കൗണ്ടിൽ. ഈ 2-ാമത്തെ ഗഡു വരുന്നത് അടുത്ത മാസം 10-ാം തീയതി അടുപ്പിച്ചാണ്. അപ്പൊ ഈ ഒരു ദുരിതം എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും അവരെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും, കുഞ്ഞുങ്ങൾക്ക് ട്യൂഷന് കൂടെ പൈസ കൊടുക്കുന്ന പോലും ഫീസ് കൊടുക്കുന്ന പോലും മുടക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ അത് മാറ്റണമെന്ന ലക്ഷ്യത്തോടെ KSRTCയുടെ സാമ്പത്തിക കാര്യങ്ങൾ മുഴുവൻ ഞാനാണ് കൈകാര്യം ചെയ്യുന്നത്.